നമസ്കാരം. എല്ലാവർക്കും വാവാച്ചൊരാണി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസിറ്റീവ് വെർബിനെ കുറിച്ചിട്ടും ഇൻട്രാൻസിറ്റീവ് വെർബിനെ കുറിച്ചിട്ടും ഡൈട്രാൻസിറ്റീവ് വെർബിനെ കുറിച്ചിട്ടും പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് സിലബിൾ എന്നും ഒരു വേർഡിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നും ടൈപ്സ് ഓഫ് സിലബിൾസിനെ കുറിച്ചിട്ടുമാണ്. ആദ്യം തന്നെ എന്താണ് സിലബിൾ എന്ന് നമുക്ക് പഠിക്കാം. സിലബിൾ ഒരു വേർഡ് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആ വേർഡിനെ എത്ര യൂണിറ്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ആ യൂണിറ്റ് ഓഫ് വവൽ സൗണ്ട്സിനെയാണ് സിലബിൾസ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു വേർഡ് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആ വേർഡിനെ നമുക്ക് എത്ര പാർട്സുകളായിട്ട് എത്ര ഘടകങ്ങളായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ആ യൂണിറ്റ് ഓഫ് വവൽ സൗണ്ട്സിനെയാണ് സിലബിൾസ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു വേർഡില് എത്ര സിലബിൾ ഉണ്ടെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്ന് പഠിക്കണം. ഒരു വേർഡില് എത്ര സിലബിൾസ് ഉണ്ടെന്ന് നമുക്ക് രണ്ട് മെത്തേഡിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിലത്തെ ആദ്യത്തെ മെത്തേഡാണ് ഒരു വേർഡ് നമ്മൾ ഉച്ചരിക്കുമ്പോൾ, ഒരു വേർഡ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആ വേർഡിനെ എത്ര പാർട്ടുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നോക്കണം, സാധിക്കുമെന്ന് നോക്കണം. അപ്പോൾ എത്രത്തോളം നമുക്ക് ആ ഒരു വേർഡിനെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കുന്നു അത്രത്തോളം ആ വേർഡിൽ സിലബിൾസ് ഉണ്ട്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. എക്സാമ്പിൾ ബനാന. ബനാന എന്ന വേർഡില് എത്ര സിലബിൾ ഉണ്ടെന്ന് നമുക്ക് ആദ്യത്തെ മെത്തേഡിലൂടെ മനസ്സിലാക്കാം. എന്താണ് ആദ്യത്തെ മെത്തേഡ്? ഒരു വേർഡിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആ വേർഡിനെ എത്ര പാർട്സുകളായിട്ട് എത്ര യൂണിറ്റുകളായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പറയാനായിട്ട് സാധിക്കുമെന്ന് നോക്കണം. അപ്പൊ ബനാന എന്ന വാക്കിനെ നമുക്ക് നോക്കാം. ബനാന എന്ന വാക്കിന്റെ കാര്യം നമുക്ക് നോക്കാം. എക്സാമ്പിൾ ബനാന. ബ ന ന. എത്ര പ്രാവശ്യം നമ്മൾ ബനാന എന്ന വാക്ക് സ്പ്ലിറ്റ് ചെയ്തു? 3 പ്രാവശ്യമാണ് നമ്മൾ ബനാന എന്ന വാക്ക് സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ ബനാന എന്ന വാക്കില് 3 സിലബിൾ ആണ് ഉള്ളത്. ഇനി അടുത്തത് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ. എത്ര പ്രാവശ്യം നമ്മൾ ഈ വാക്ക് ബ്യൂട്ടിഫുൾ എന്ന വാക്ക് സ്പ്ലിറ്റ് ചെയ്തു? 3 പ്രാവശ്യമാണ് നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന വാക്ക് സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ ബ്യൂട്ടിഫുൾ എന്ന വാക്കില് 3 സിലബിൾസ് ആണ് ഉള്ളത്. ഇനി അടുത്തത് ഡോഗ്. ഡോഗ് എത്ര പ്രാവശ്യം നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു? നമ്മൾ ഡോഗ് എന്ന വാക്ക് സ്പ്ലിറ്റ് ചെയ്തില്ല. നമുക്ക് ഡോഗ് എന്ന വാക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഡോഗ് എന്ന വാക്കില് ആകെ 1 സിലബിൾ ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ലീഫ്. ലീഫ്. നമുക്ക് ലീഫ് എന്ന വാക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ലീഫ് എന്ന വാക്കില് ആകെ 1 സിലബിൾ ആണ് ഉള്ളത്. ഇനി ബോട്ട്. ബോട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ബോട്ട് എന്ന വാക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ബോട്ട് എന്ന വാക്കിലാകെ 1 സിലബിൾ ആണ് ഉള്ളത്. ഇനി നമുക്ക് ക്ലാപ്പ് അടിച്ചിട്ടും ഈ വേർഡ്സുകളെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ ബനാന. ബ ന ന. എത്ര പ്രാവശ്യം നമ്മൾ ക്ലാപ്പ് അടിച്ചു? 3 പ്രാവശ്യം നമ്മൾ ക്ലാപ്പ് അടിച്ചു. അതിനർത്ഥം ബനാന എന്ന വാക്കില് 3 സിലബിൾ ആണ് ഉള്ളതെന്നാണ്. 3 സിലബിൾ ആണ് ഉള്ളത്. ഇനി അടുത്തത് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ. എത്ര പ്രാവശ്യം നമ്മൾ ക്ലാപ്പ് അടിച്ചു? 3 പ്രാവശ്യമാണ് ക്ലാപ്പ് അടിച്ചത്. അതിനർത്ഥം ബ്യൂട്ടിഫുൾ എന്ന വാക്ക് നമ്മൾ 3 പ്രാവശ്യമാണ് സ്പ്ലിറ്റ് ചെയ്തത്.
അപ്പോൾ 3 സിലബിൾ ആണ് ബ്യൂട്ടിഫുൾ എന്ന വാക്കിൽ ഉള്ളത്. ബ്യൂട്ടിഫുൾ എന്ന വാക്കിൽ നമ്മൾ 3 പ്രാവശ്യം ക്ലാപ്പ് അടിച്ചു. അപ്പോൾ 3 സിലബിൾ ആണ് ബ്യൂട്ടിഫുൾ എന്ന വാക്കിൽ ഉള്ളത്. ഇനി ഡോഗ്. ഡോഗ് എത്ര പ്രാവശ്യം ക്ലാപ്പ് അടിച്ചു? 1 പ്രാവശ്യമേ ക്ലാപ്പ് അടിച്ചോളൂ. ഒറ്റ ക്ലാപ്പിൽ തന്നെ നമുക്ക് ആ കംപ്ലീറ്റ് വേർഡ് പറയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഡോഗ് എന്ന വാക്കില് ആകെ 1 സിലബിൾ ആണ് ഉള്ളത്. ഇനി ലീഫ്. ലീഫ് എത്ര പ്രാവശ്യം ക്ലാപ്പ് അടിച്ചു? ഒറ്റ പ്രാവശ്യം ക്ലാപ്പ് അടിച്ചോളൂ. ഒറ്റ ക്ലാപ്പിൽ തന്നെ ആ കംപ്ലീറ്റ് വേർഡ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ലീഫ് എന്ന വാക്കിൽ എത്ര സിലബിൾ ഉണ്ട്? 1 സിലബിൾ ആണ് ഉള്ളത്. ഇനി ബോട്ട്. ബോട്ട് എത്ര പ്രാവശ്യം ക്ലാപ്പ് അടിച്ചു? 1 പ്രാവശ്യമാണ് ക്ലാപ്പ് അടിച്ചത്. ഒറ്റ ക്ലാപ്പിൽ തന്നെ നമുക്ക് ആ കംപ്ലീറ്റ് വേർഡ് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബോട്ട് എന്ന വേർഡില് എത്ര സിലബിൾ ഉണ്ട്? 1 സിലബിൾ ആണ് ഉള്ളത്. ഇതാണ് ആദ്യത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ്. ഇനിയിപ്പോ ഞാൻ പറയാൻ പോണത് രണ്ടാമത്തെ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വേർഡിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ആ വേർഡിൽ എത്ര വവൽസ് ഉണ്ടെന്ന് എണ്ണി നോക്കാൻ. ഏതൊക്കെയാണ് വവൽസ്? എ, ഇ, ഐ, ഒ, യു. എ, ഇ, ഐ, ഒ, യു. ഇതാണ് വവൽസ്. നമ്മൾ ഈ രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ മിക്ക വാക്കുകളിലും എത്ര സിലബിൾ ഉണ്ടെന്ന് രണ്ടാമത്തെ മെത്തേഡ് വഴിയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ ചില വാക്കുകളിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് വഴി ഉപയോഗിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് വഴി ഉപയോഗിച്ചാലാണ്. ഏതാണ് ഒന്നാമത്തെ? അപ്പോൾ ഞാൻ നേരത്തെ പഠിപ്പിച്ച ഒന്നാമത്തെ മെത്തേഡ്, അതായത് ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആ വാക്കിനെ നമുക്ക് എത്ര പാർട്സുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. ആ ഒന്നാമത്തെ മെത്തേഡാണ് കൂടുതൽ നല്ലത്. രണ്ടാമത്തെ മെത്തേഡ് നല്ലതാണ്, പക്ഷെ ചിലപ്പോൾ ചില വാക്കുകൾക്ക് പ്രശ്നങ്ങൾ, ചില വാക്കുകളിൽ നമുക്ക് കൃത്യമായിട്ട് എത്ര സിലബിൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി ഞാൻ ഈ പറയാൻ പോണ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മിക്ക വാക്കുകളിലും നിങ്ങൾ രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ചാലും എത്ര സിലബിൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോ ഞാനിപ്പോ പറയാൻ പോണ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് ഇപ്പൊ പറയാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു വേർഡിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആ വേർഡിന്റെ വവൽസുകൾ എണ്ണി നോക്കണം. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡിന്റെ ഒപ്പം നമ്മൾ കുറച്ച് കാര്യം കൂടി ശ്രദ്ധിക്കണം. അതാണ് ഇപ്പോൾ വവ്വലുകൾ ഒരുമിച്ചാണ് നിൽക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു വേർഡില് വവ്വലുകൾ ഒരുമിച്ചാണ് നിൽക്കണമെങ്കിൽ ആ വേർഡിനെ ആ വവൽസിനെ നമ്മൾ 1 സിലബിൾ ആയിട്ടാണ് കണക്കാക്കുക. ഇനി അടുത്തത്, ഇപ്പോൾ ഒരു വേർഡില് വൈ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ ആ വൈ എന്ന ലെറ്റർ നമ്മൾ ആ വവൽസ് എണ്ണണ കൂട്ടത്തിൽ ഒന്ന് എണ്ണണം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ച് നിങ്ങൾ ചെയ്തോ. രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിച്ചാലും മിക്ക വേർഡ്സുകളിലും എത്ര സിലബിൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ മെത്തേഡ് ഒന്നുകൂടി പറഞ്ഞു തരാം. രണ്ടാമത്തെ ഒരു വേർഡിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡ്, ആ വേർഡിൽ എത്ര വവൽസ് ഉണ്ടെന്ന് എണ്ണി നോക്കണം. അപ്പൊ എത്ര വവൽസ് ഉണ്ടോ അത്ര തന്നെ സിലബിൾസ് ആ വേർഡിൽ ഉണ്ട്. അപ്പോൾ വവൽസ് എണ്ണി നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഇപ്പൊ ഏതെങ്കിലും വവ്വലുകൾ ഒരുമിച്ചാണ് നിൽക്കണമെങ്കിൽ ആ വവ്വലുകളെ നമ്മൾ 1 സിലബിൾ ആയിട്ടാണ് കണക്കാക്കുക. പിന്നെ വൈ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു വാക്കിൽ വൈ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ ആ വവൽസ് എണ്ണണ കൂട്ടത്തിൽ തന്നെ ആ വൈ എന്ന ലെറ്ററും കൂടി നമ്മളൊന്ന് എണ്ണണം. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് സിലബിൾസ് ഒരു വേർഡിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും രണ്ടാമത്തെ മെത്തേഡ്. എക്സാമ്പിൾ ബനാന. ബനാന എന്ന വാക്കിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിക്കാം. അതായത് ആ വാക്കിൽ എത്ര വവൽസ് ഉണ്ടെന്ന് എണ്ണി നോക്കണം. അപ്പൊ നമുക്ക് എണ്ണി നോക്കാം. എ ഒരു വവലാണ്, 1 ഒരു വവലുണ്ട്.
വീണ്ടും ഇവിടെ ഒരു വവ്വൽ ഉണ്ട്. വീണ്ടും ഇവിടെ ഒരു വവ്വൽ ഉണ്ട്. പിന്നെയും ഇവിടെ ഒരു വവ്വൽ ഉണ്ട്. അപ്പോൾ ബനാന എന്ന വാക്കില് 3 വവ്വൽസ് ആണ് ഉള്ളത്. അപ്പോൾ 3 സിലബിൾസ് ആണ് ബനാന എന്ന വാക്കില് ഉള്ളത്. പിന്നെ ഈ വാക്കില് ഒരു വവ്വൽസും ഒരുമിച്ച് നിൽക്കണില്ല. പിന്നെ വൈ എന്ന ലെറ്ററും ഈ ഒരു വാക്കിലില്ല. അതുകൊണ്ട് നമുക്ക് ആ 2 കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വേർഡില്. ഇനി അടുത്ത വേർഡ് നോക്കാം, ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന വാക്കിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് രണ്ടാമത്തെ മെത്തേഡ് വഴി നമുക്ക് നോക്കാം. ഇവിടെ ഒരു 3 വവ്വൽ ഉണ്ട്, ഇയും എയും യുവും. ഈ 3 വവ്വലുകൾ ഉണ്ട് ബ്യൂട്ടിഫുൾ എന്ന വാക്കില്. പക്ഷേ ഈ 3 വവ്വലുകള് ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോ വവ്വലുകൾ ഒരുമിച്ചാണ് നിൽക്കണമെങ്കിൽ ആ വവ്വലുകളെ നമ്മൾ ഒരു സിലബിൾ ആയിട്ടാണ് കണക്കാക്കുക. ഒരു വേർഡിൽ വവ്വലുകൾ ഒരുമിച്ചാണ് നിൽക്കുകയാണെങ്കിൽ ആ വവ്വലുകളെ നമ്മൾ ഒരു സിലബിൾ ആയിട്ട് കണക്കാക്കുക. അപ്പോ ഒരു സിലബിൾ ആണ്. ഇനി അടുത്തത് ഐ ഒരു വവ്വലാണ്. അപ്പോ ബ്യൂട്ടിഫുൾ എന്ന വാക്കില് 3 സിലബിൾ ആണ് ഉള്ളത്. ഇനി അടുത്തത് ഡോഗ്. ഡോഗ് എന്ന വാക്കില് ആകെ ഒരു വവ്വലുള്ളൂ, ഓ. അപ്പോ ഒരു സിലബിൾ ആണ് ഉള്ളത്. ഇനി ലീഫ്. ലീഫ് എന്ന വാക്കില് 2 വവ്വൽ ലെറ്റേഴ്സ് ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം? ഈ 2 വവ്വൽ ലെറ്റേഴ്സ് ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഒരു സിലബിൾ ആയിട്ട്, വവ്വൽ ലെറ്റേഴ്സ് ഒരുമിച്ചാണ് നിൽക്കണമെങ്കിൽ അതിനെ നമ്മൾ ഒരു സിലബിൾ ആയിട്ടാണ് കണക്കാക്കുക. അപ്പോ ലീഫ് എന്ന വാക്കില് ആകെ ഒരു സിലബിൾ ആണ് ഉള്ളത്. ഇനി അടുത്തത് ബോട്ട്. ബോട്ട് എന്ന വേർഡിലും 2 വവ്വൽ ലെറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഈ 2 വവ്വൽ ലെറ്റേഴ്സ് ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു സിലബിൾ ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ബോട്ട് എന്ന വാക്കില് ഒരു സിലബിൾ ആണ് ഉള്ളത്. ഇനി ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞു തരാം, ലൈബ്രറി. അപ്പോ ഈ വാക്കില് എത്ര സിലബിൾ ഉണ്ടെന്ന് രണ്ടാമത്തെ മെത്തേഡ് വഴി നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? ഒരു വേർഡിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡ് ആ വേർഡിൽ എത്ര വവ്വൽസ് ഉണ്ടെന്ന് എണ്ണി നോക്കണം. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? ഇപ്പോ ഒരു വേർഡിൽ വവ്വൽസുകൾ ഒരുമിച്ചാണ് നിൽക്കണമെങ്കിൽ അതിനെ നമ്മൾ ഒരു സിലബിൾ ആയിട്ടാണ് കണക്കാക്കുക. പിന്നെ വൈ എന്ന ലെറ്റർ ഒരു വേർഡിൽ ഉണ്ടെങ്കിൽ ആ വവ്വൽസ് എണ്ണ കൂട്ടത്തിൽ നമ്മൾ ആ വൈ എന്ന ലെറ്ററും കൂടി ഒന്ന് എണ്ണണം. നമുക്കപ്പോ നോക്കാം രണ്ടാമത്തെ മെത്തേഡ് വഴി എത്ര സിലബിൾ ഉണ്ടെന്ന് ഈ ഒരു വേർഡില് നോക്കാം. ഐ ഒരു വവ്വലാണ്, എ ഒരു വവ്വലാണ്, വൈ നമ്മൾ പഠിച്ചു. ഇപ്പൊ ഒരു വേർഡില് വൈ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ ആ വൈ എന്ന ലെറ്ററും കൂടി നമ്മളൊന്ന് എണ്ണണമെന്ന്. അപ്പോൾ 3. അപ്പോൾ എത്ര സിലബിൾ ഉണ്ട് ഇവിടെ? അപ്പോൾ ഈ ഒരു വേർഡില് എത്ര സിലബിൾ ഉണ്ട്? 3 സിലബിൾ ആണ് ഉള്ളത്. ലൈബ്രറി എന്ന വേർഡില് 3 സിലബിൾ ആണ് ഉള്ളത്. അടുത്തത് ടൈപ്സ് ഓഫ് സിലബിൾസ്. മോണോസിലബിൾ. മോണോസിലബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു വേർഡില് ഒരു സിലബിൾ ആണുള്ളെങ്കിൽ ആ സിലബിള് മോണോസിലബിൾ. ആ വേർഡിന് നമ്മൾ മോണോസിലബിക് വേർഡ് എന്ന് വിളിക്കും. ഇപ്പൊ ഒരു വേർഡില് 2 സിലബിൾ ആണുള്ളെങ്കിൽ ആ സിലബിള് ഡൈസിലബിൾ. ആ വേർഡിനെ, ആ 2 സിലബിൾ ഉള്ള വേർഡിനെ നമ്മൾ ഡൈസിലബിക് വേർഡ് എന്ന് വിളിക്കും. ഇനി ട്രൈസിലബിൾ എന്താണ്? ഒരു വേർഡില് 3 സിലബിൾ ആണുള്ളെങ്കിൽ ആ സിലബിള് ട്രൈസിലബിൾ. ആ 3 സിലബിൾ ഉള്ള വേർഡിനെ നമ്മൾ ട്രൈസിലബിക് വേർഡ് എന്ന് വിളിക്കും. ഇനി അടുത്തത് ടെട്രാസിലബിൾ. ഇപ്പോൾ ഒരു വേർഡില് 4 സിലബിൾ ആണുള്ളെങ്കിൽ ആ സിലബിള് ടെട്രാസിലബിൾ. ആ വേർഡിനെ നമ്മൾ ടെട്രാസിലബിക് വേർഡ് എന്ന് വിളിക്കും. ആ 4 സിലബിൾ ഉള്ള വേർഡിനെ നമ്മൾ ടെട്രാസിലബിക് വേർഡ് എന്ന് വിളിക്കും. ഇനി പോളിസിലബിൾ. എന്താണ് പോളിസിലബിൾ? 5ഓ അതിൽ കൂടുതലോ സിലബിൾ ഉള്ള സിലബിൾസിനെ നമ്മൾ പോളിസിലബിൾസ് എന്ന് വിളിക്കും. 5ഓ അതിൽ കൂടുതൽ സിലബിൾസ് ഉള്ള വാക്കുകളെ നമ്മൾ പോളി
പോളിസിലബിക് വേർഡ്സ് എന്ന് വിളിക്കും. മോണോസിലബിളിന്റെ എക്സാമ്പിൾ ആണ് സ്റ്റാമ്പ്, കോള്. ഈ രണ്ട് വാക്കുകളിലും ആകെ ഒരു സിലബിൾ ഉള്ളൂ. അപ്പോൾ ഒരു വേർഡിൽ ഒരു സിലബിൾ ഉള്ളെങ്കിൽ ആ വേർഡ് ഒരു മോണോസിലബിൾ ആണ്. സ്റ്റാമ്പ് എന്ന വേർഡിൽ ആകെ ഒരു സിലബിൾ ഉള്ളത് നമുക്ക് ആദ്യത്തെ മെത്തേഡിലൂടെ മനസ്സിലാക്കാം. സ്റ്റാമ്പ് ഒറ്റ പ്രാവശ്യം നമ്മള് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ ക്ലാപ്പിൽ തന്നെ ആ സ്റ്റാമ്പ് എന്ന വേർഡ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ആ സ്റ്റാമ്പ് എന്ന വേർഡിൽ ആകെ ഒരു സിലബിൾ ഉള്ളൂ. കാരണം നമ്മൾ ഒരു ക്ലാപ്പാണ് അടിച്ചത്. ഇനിയിപ്പോ ക്ലാപ്പ് അടിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സ്റ്റാമ്പ് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ അതിനർത്ഥം എന്താണ്? ആകെ ഒരു സിലബിൾ ആണ് ആ ഒരു വേർഡിൽ ഉള്ളൂ എന്നാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കുകയാണെങ്കിൽ എത്ര വൗവൽസ് ഉണ്ടെന്ന് ആ വേർഡിൽ എണ്ണി നോക്കണം. എങ്ങനെയാണ്? ആകെ ഒരു വൗവലുള്ളൂ. എ എന്ന് പറഞ്ഞ ആകെ ഒരു വൗവലുള്ളൂ. അപ്പോ അതിനർത്ഥം സ്റ്റാമ്പ് എന്ന വേർഡ് ഒരു മോണോസിലബിക് വേർഡ് എന്നതാണ്. ഇനിയിപ്പോ വൗവൽസ് എണ്ണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും വൗവൽസ് ഒരുമിച്ചാണോ നോക്കണം. ഈ വേർഡിൽ ഒരു വൗവലും ഒരുമിച്ചല്ല. പിന്നെ വൈ എന്ന ലെറ്ററും ഈ ഒരു വേർഡിൽ ഇല്ല. അപ്പൊ ഈ ഒരു വേർഡ് ഒരു മോണോസിലബിക് വേർഡ് ആണ്. ഇനി അടുത്തത് കോള്. കോളിന്റെ കാര്യം നോക്കായാലും നമുക്ക് ആദ്യത്തെ മെത്തേഡിലൂടെ നോക്കാം. കോൾ എന്ന വേർഡിൽ ആകെ ഒരു സിലബിൾ ആണ് ഉള്ളത്. ആദ്യത്തെ മെത്തേഡിലൂടെ നോക്കുകയാണെങ്കിൽ കോൾ ആകെ ഒരു പ്രാവശ്യമാണ് നമുക്ക് ക്ലാപ്പ് അടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോ നമ്മൾ ഒരു പ്രാവശ്യമാണ് ക്ലാപ്പ് അടിച്ചുള്ളൂ കോൾ എന്ന വേർഡിൽ. അപ്പോൾ ഒരു സിലബിൾ ആണ് ഉള്ളത്. രണ്ടാമത്തെ മെത്തേഡ് നോക്കുകയാണെങ്കിൽ വൗവൽ എണ്ണി നോക്കണം. അപ്പോൾ ആകെ ഒരു വൗവലുള്ളൂ. എ എന്ന ഒരു വൗവലുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു വൗവലുള്ളൂ. അപ്പോൾ ഒരു സിലബിൾ ഉള്ളൂ കോൾ എന്ന വേർഡില്. ഇനിയിപ്പോ ഒരു വൗവൽസും ഒരുമിച്ച് നിൽക്കണില്ല. വൈ എന്ന ലെറ്ററും ഈ ഒരു വേർഡിൽ ഇല്ല. അപ്പോൾ കോൾ എന്ന വേർഡ് ഒരു മോണോസിലബിക് വേർഡ് ആണ്. ഈ രണ്ട് വാക്കുകൾ മോണോസിലബിളിന്റെ എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് ഡൈസിലബിൾ. ഡൈസിലബിളിന്റെ എക്സാമ്പിൾ ആണ് എൻജോയ്, മീനിങ്, സിംഗിങ്. ഈ മൂന്ന് വേർഡ്സുകളും ഡൈസിലബിളിന്റെ എക്സാമ്പിൾ ആണ്. ഒരു വേർഡില് രണ്ട് സിലബിളുകൾ ഉണ്ടെങ്കിൽ ആ സിലബിളുകള് ഡൈസിലബിൾ. ആ വേർഡിനെ നമ്മൾ ഡൈസിലബിക് വേർഡ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇതെല്ലാനും ഈ എൻജോയ് എന്നത് ഒരു ഡൈസിലബിക് വേർഡ് ആണ്. കാരണം എൻജോയ് എന്ന വേർഡില് ആകെ രണ്ട് സിലബിൾ ആണ് ഉള്ളത്. എങ്ങനെ നമുക്ക് മനസ്സിലായി? നമുക്ക് നോക്കാം. അതായത് ആദ്യത്തെ മെത്തേഡിലൂടെ നമുക്ക് നോക്കാം എത്ര സിലബിൾ ഉണ്ട് എൻജോയ് എന്ന വേർഡിൽ നിന്ന്. ആദ്യത്തെ മെത്തേഡ് എൻജോയ്. അപ്പോ എത്ര സിലബിൾ ഉണ്ട്? നമ്മൾ എത്ര ക്ലാപ്പ് അടിച്ചു? രണ്ട് ക്ലാപ്പാണ് അടിച്ചത്. എൻജോയ്. അപ്പോൾ രണ്ട് സിലബിൾ ആണ് എൻജോയ് എന്ന വേർഡിൽ ഉള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൗവൽസ് എണ്ണി നോക്കലാണ് ആ വേർഡിൽ. അപ്പോ ഈ ഒരു വൗവലാണ്. ഓ, വൈ നമ്മൾ പഠിച്ചു. അതായത് ഇപ്പോ ഒരു വേർഡില് വൈ എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ വൈ എന്ന ലെറ്ററും കൂടി നമ്മൾ എണ്ണണത്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 സിലബിൾ ഉണ്ടെന്നാണ് നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലൂടെ മനസ്സിലാവണേ. പക്ഷെ ആദ്യത്തെ മെത്തേഡിലൂടെ നമുക്ക് എത്ര സിലബിൾ ഉണ്ടെന്ന് മനസ്സിലായത്? 2 സിലബിൾ ഉണ്ടെന്നാണ് എൻജോയ് എന്ന വേർഡ് മനസ്സിലായത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോ ഒരു വവ്വലും ഇപ്പൊ വൈ എന്ന ലെറ്ററും ഒരുമിച്ചാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ പഠിച്ചു ഇപ്പൊ വവ്വലുകൾ ഒരുമിച്ചാണ് നിൽക്കണമെങ്കിൽ, ഒരു വേർഡിൽ വവ്വലുകളാണ് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഒരു സിലബിൾ ആയിട്ട് കണക്കാക്കാണ്. അപ്പോ ഇവിടെ വൈ എന്ന ലെറ്ററും ഓയും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോ ഒരു വവ്വലും വൈ എന്ന ലെറ്ററും ഒരുമിച്ചാണ് നിൽക്കണമെങ്കിലും നമ്മള് ഒരു സിലബിൾ ആയിട്ടാണ് കണക്കാക്കുക. ഇപ്പൊ വവ്വലും വൈയും ഒരുമിച്ചാണ് നിൽക്കണമെങ്കിൽ നമ്മളത് ഒരു സിലബിൾ ആയിട്ടാണ് കണക്കാക്കുക. അപ്പൊ ഈ ഒരു വേർഡില് എൻജോയ് എന്ന വേർഡില് ഈ എന്നതൊരു വവ്വലാണ്, ഓയും വൈയും ഒരു വവ്വലും പിന്നെ വൈ എന്ന ലെറ്ററും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ ഒരു സിലബിൾ ആയിട്ടാണ് കണക്കാക്കുള്ളൂ. എൻജോയ് എന്ന വേർഡില് 2 സിലബിൾ ആണ് ഉള്ളത് നമ്മൾ രണ്ടാമത്തെ മെത്തേഡിലൂടെ നോക്കുമ്പോഴും. അപ്പൊ നിങ്ങൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾ ഉപയോഗിക്കുമ്പോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെച്ചാലാണ് രണ്ടാമത്തെ മെത്തേഡ് നിങ്ങൾ ചെയ്യുമ്പോ അത് ശരിയാവുള്ളൂ.
ഒരു വേർഡിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തെ മെത്തേഡ് ഉപയോഗിക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഏതാണ് ഈസി എന്ന് ഉള്ളത് നിങ്ങൾ ചെയ്തോ. പക്ഷെ രണ്ടാമത്തെ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ കൃത്യമായിട്ട് ചില വാക്കുകളിൽ എത്ര സിലബിൾസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയില്ല ചില വാക്കുകളിൽ. ഇനി അടുത്തത് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലേ? ഇനി അടുത്തത് നോക്കാം. മീനിങ് എന്ന വേർഡിൽ എത്ര സിലബിൾസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ മെത്തേഡിലൂടെ. മീൻ ഇൻ 2 സിലബിൾ ആണുള്ളത്. ഇനി ക്ലാപ്പ് അടിച്ചിട്ട് നോക്കാം. മീൻ ഇൻ. അപ്പൊ എത്ര ക്ലാപ്പ് അടിച്ചു? 2 ക്ലാപ്പ് അടിച്ചു. അപ്പോൾ മീനിങ് എന്ന വേർഡില് 2 സിലബിൾ ആണ് ഉള്ളത്. ഇനി അടുത്തത് രണ്ടാമത്തെ മെത്തേഡിലൂടെ നോക്കാം. അതായത് വവ്വൽസ് എണ്ണി നോക്കാം. അപ്പോ ഇയും എയും ഈ 2 വവ്വലുകൾ ഒരുമിച്ചാണ് നിൽക്കുന്നത് ഈ ഒരു വേർഡില്. അപ്പോ ഇപ്പൊ വവ്വലുകൾ ഒരുമിച്ചാണ് നിൽക്കണമെങ്കിൽ അതിനെ നമ്മൾ ഒരു സിലബിൾ ആയിട്ട് കണക്കാക്കാം. അപ്പൊ ഒരു സിലബിൾ. ഇനി അടുത്തത് ഐ എന്ന വേറൊരു വവ്വലും കൂടി ഈ ഒരു വേർഡിൽ ഉണ്ട് മീനിങ് എന്ന വേർഡിൽ. അപ്പോ 1 2 2 സിലബിൾ ആണ് മീനിങ് എന്ന വേർഡിൽ ഉള്ളത്. ഇനി അടുത്തത് സിംഗിങ് എന്ന വേർഡിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മെത്തേഡിലൂടെ നമുക്ക് നോക്കാം. സിംഗ് ഇൻ 2 സിലബിൾ ആണുള്ളത്. ഇനി രണ്ടാമത്തെ മെത്തേഡിലൂടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വവ്വൽ ഉണ്ട്. പിന്നെ ഇവിടെ വീണ്ടും ഒരു വവ്വൽ ഉണ്ട്. 2 വവ്വലുകൾ ഉണ്ട്. ഇവിടെ ഒരു ഐ ഉണ്ട്. പിന്നെ ഇവിടെയും വീണ്ടും ഒരു ഐ ഉണ്ട്. അപ്പോ 2 വവ്വൽ ലെറ്റേഴ്സ് ആണ് സിംഗിങ് എന്ന വേർഡിൽ ഉള്ളത്. അതിനർത്ഥം 2 സിലബിൾ ആണ് സിംഗിങ് എന്ന വേർഡിൽ ഉള്ളത്. ഇനി ഒരു വവ്വൽ ലെറ്റേഴ്സ് ഒരുമിച്ച് നിൽക്കണില്ല. വൈ എന്ന ലെറ്ററും ഈ ഒരു സിംഗിങ് എന്ന വേർഡിൽ ഇല്ല. അപ്പോൾ എൻജോയ്, മീനിങ്, സിംഗിങ് എന്നീ ഈ 3 വേർഡുകൾ ഡൈസിലബിക് വേർഡ്സുകളാണ്. ഇനി അടുത്തത് ട്രൈസിലബിളിന്റെ എക്സാമ്പിൾസ് ആണ് ക്യാപിറ്റൽ, എക്സാമ്പിൾ. അപ്പോ ട്രൈസിലബിളില് ഇപ്പൊ ഒരു വേർഡില് 3 സിലബിൾ ആണുള്ളെങ്കിൽ ആ സിലബിള് ട്രൈസിലബിൾ. ഈ 2 വേർഡുകളിലും 3 സിലബിൾ ആണ് ഉള്ളത്. അപ്പോൾ ആ സിലബിള് ട്രൈസിലബിൾ ആണ്. ഈ 2 വേർഡുകളെ നമ്മൾ ട്രൈസിലബിക് വേർഡ്സ് എന്ന് വിളിക്കും. ഇനി നോക്കാം. ക്യാപിറ്റൽ എന്ന വേർഡില് 3 സിലബിൾ തന്നെയാണോ ഉള്ളതെന്ന് നോക്കാം. ക്യാപിറ്റൽ എന്ന വേർഡിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് ആദ്യത്തെ മെത്തേഡ് വഴി നോക്കാം. ക്യാപിറ്റൽ എത്ര സിലബിൾ ഉണ്ട്? എത്ര പ്രാവശ്യം നമ്മൾ ക്യാപിറ്റൽ എന്ന വേർഡ് സ്പ്ലിറ്റ് ചെയ്തു? 3 പ്രാവശ്യം. അതിനർത്ഥം ക്യാപിറ്റൽ എന്ന വേർഡില് 3 സിലബിൾ ആണ് ഉള്ളത്. ഇനി ക്ലാപ്പ് അടിച്ചിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ക്യാപിറ്റൽ എന്ന വേർഡ്. ക്യാപിറ്റൽ. ഇപ്പൊ നമ്മള് ക്യാപ്പി എന്ന് പറയുകയാണെങ്കിൽ പി എന്ന ശബ്ദം ക്ലാപ്പ് അടിച്ചിട്ടാണ് വരുന്നത്. അതിനർത്ഥം നമ്മൾ രണ്ടാമതും ഒരു ക്ലാപ്പ് അടിക്കണം പി എന്ന ശബ്ദം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോ ക്യാപിറ്റൽ. അപ്പൊ 3 പ്രാവശ്യം ക്ലാപ്പ് അടിച്ചാലാണ് ഈ ഒരു വേർഡ് കംപ്ലീറ്റ് ആയുള്ളൂ. അപ്പോ 3 സിലബിൾ ആണ്. എത്ര പ്രാവശ്യം നമ്മൾ ക്ലാപ്പ് അടിച്ചു? 3 പ്രാവശ്യം. അതിനർത്ഥം 3 പ്രാവശ്യമാണ് നമ്മൾ ഈ വേർഡ് സ്പ്ലിറ്റ് ചെയ്തത്. അപ്പോൾ 3 സിലബിൾ ആണ് ഈ ഒരു വേർഡിൽ ഉള്ളത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് വഴി നോക്കാം. എത്ര വവ്വൽസ് ഉണ്ടെന്ന് എണ്ണി നോക്കണം. രണ്ടാമത്തെ മെത്തേഡ് ആണ്. ഇവിടെ ഒരു വവ്വൽ ഉണ്ട് എ, പിന്നെ ഇവിടെ ഒരു വവ്വൽ ഉണ്ട് ഐ, ഇവിടെ ഒരു വവ്വൽ ഉണ്ട് എ. അപ്പൊ 3 വവ്വൽസ് ആണ് ഈ ഒരു വേർഡിലുള്ളത്. അതിനർത്ഥം 3 സിലബിൾസ് ആണ് ഈ ഒരു വേർഡിൽ ഉള്ളത്. ഇനി അടുത്തത് എക്സാമ്പിൾ. എക്സാമ്പിൾ എന്ന വേർഡിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് നോക്കാം. എക്സാമ്പിൾ 3 സിലബിൾ ആണ്. എത്ര പ്രാവശ്യം നമ്മൾ ക്ലാപ്പ് അടിച്ചു? 3 പ്രാവശ്യം ക്ലാപ്പ് അടിച്ചു. അതിനർത്ഥം 3 സിലബിൾ ആണ് എക്സാമ്പിൾ എന്ന വേർഡിൽ ഉള്ളത്. ഇനി അടുത്തൊരു രണ്ടാമത്തെ മെത്തേഡ് വഴി നോക്കാം. വവ്വൽസ് എണ്ണി നോക്കാം. ഇവിടെ ഒരു വവ്വൽ ഉണ്ട് 1, ഇവിടെ ഒരു വവ്വൽ ഉണ്ട് 2, ഇവിടെ ഒരു വവ്വൽ ഉണ്ട് 3.
അപ്പൊ 3 വവൽസ് ആണ് എക്സാമ്പിൾ എന്ന വേർഡിലും ഉള്ളത്. ഇനി അടുത്ത ടെട്രാ സിലബിൾ. ഒരു വാക്കിൽ 4 സിലബിളുകളാണ് ഉള്ളെങ്കിൽ ആ സിലബിള് ടെട്രാ സിലബിൾ. ആ വാക്കിനെ നമ്മൾ ടെട്രാ സിലബിക് വേർഡ്സ് എന്ന് വിളിക്കും. അതായത് 4 സിലബിളുകളുള്ള വാക്കുകളെ നമ്മൾ ടെട്രാ സിലബിക് വേർഡ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ ടെട്രാ സിലബിളിന്റെ എക്സാമ്പിൾ ആണ് സിസ്റ്റമാറ്റിക്. സിസ്റ്റമാറ്റിക് എന്ന വേർഡ് ഒരു ടെട്രാ സിലബിക് വേർഡ് ആണ്. കാരണം സിസ്റ്റമാറ്റിക് എന്ന വേർഡില് 4 സിലബിളുകളാണ് ഉള്ളത്. സിസ്റ്റമാറ്റിക് എന്ന വേർഡിൽ എത്ര സിലബിൾ ഉണ്ടെന്ന് നമ്മുടെ ആദ്യത്തെ മെത്തേഡ് വഴി നമുക്ക് നോക്കാം. സിസ്റ്റമാറ്റിക്. എത്ര പ്രാവശ്യം നമ്മൾക്ക് ഈ വേർഡ് സിസ്റ്റമാറ്റിക് എന്ന വേർഡ് സ്പ്ലിറ്റ് ചെയ്യാൻ സാധിച്ചു? 4 പ്രാവശ്യമാണ് സിസ്റ്റമാറ്റിക് എന്ന വേർഡ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. അതിനർത്ഥം 4 സിലബിൾ ആണ് സിസ്റ്റമാറ്റിക് എന്ന വേർഡിൽ ഉള്ളത്. ഇനി ക്ലാപ്പ് അടിച്ചിട്ട് നമുക്ക് നോക്കാം. സിസ്റ്റമാറ്റിക്. എത്ര പ്രാവശ്യം നമ്മൾ ക്ലാപ്പ് അടിച്ചു? 4 പ്രാവശ്യമാണ് നമ്മൾ ക്ലാപ്പ് അടിച്ചത്. അതിനർത്ഥം 4 സിലബിൾ ആണ് സിസ്റ്റമാറ്റിക് എന്ന വേർഡിൽ ഉള്ളത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് വഴി നമ്മൾ സിസ്റ്റമാറ്റിക് എന്ന വേർഡിൽ 4 സിലബിൾ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ മെത്തേഡ് വഴി നമുക്ക് നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് എന്നുള്ളത് വവൽസ് എണ്ണി നോക്കലാണ്. പിന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒരു വേർഡിൽ Y എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ Y എന്ന ലെറ്ററും കൂടി നമ്മൾ എണ്ണണമെന്ന്. അപ്പോൾ ഈ സിസ്റ്റമാറ്റിക് എന്ന വേർഡിൽ Y എന്ന ലെറ്റർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ Y എന്ന ലെറ്ററും കൂടി എണ്ണും. അപ്പോൾ Y ഒരെണ്ണം, പിന്നെ ഇവിടെ ഒരു E ഉണ്ട്, വവ്വൽ ഉണ്ട് 2, പിന്നെ A ഉണ്ട്, വവ്വൽ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു I ഉണ്ട്, അപ്പോൾ 4. അപ്പോൾ 4 സിലബിളുകളാണ് സിസ്റ്റമാറ്റിക് എന്ന വേർഡില് ഉള്ളത്. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് എന്നത് ഒരു ടെട്രാ സിലബിക് വേർഡ് ആണ്. ടെട്രാ സിലബിളിന്റെ എക്സാമ്പിൾ ആണ് സിസ്റ്റമാറ്റിക്. അടുത്തത് പോളിസിലബിൾ. പോളിസിലബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 അതിൽ കൂടുതൽ സിലബിൾസ് ഉള്ള സിലബിളുകളെ നമ്മൾ പോളിസിലബിൾ എന്നാണ് വിളിക്കുക. ആ വേർഡിനെ നമ്മൾ പോളിസിലബിക് വേർഡ് എന്ന് വിളിക്കും. അതായത് 5 അതിൽ കൂടുതൽ സിലബിളുകളുള്ള വാക്കുകളെ നമ്മൾ പോളിസിലബിക് വേർഡ്സ് എന്നാണ് വിളിക്കുക. പോളിസിലബിളിന്റെ എക്സാമ്പിൾ ആണ് കൺഗ്രാറ്റുലേഷൻ. ഇനി കൺഗ്രാറ്റുലേഷൻ എന്ന് പറഞ്ഞ വേർഡിൽ എത്ര സിലബിൾസ് ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം. നമുക്ക് ആദ്യത്തെ മെത്തേഡിലൂടെ നമുക്ക് എണ്ണി നോക്കാം കൺഗ്രാറ്റുലേഷൻ എന്ന് പറഞ്ഞ വേർഡിൽ എത്ര സിലബിൾ ഉണ്ടെന്ന്. കൺഗ്രാറ്റുലേഷൻ എത്ര പ്രാവശ്യം നമ്മൾ കൈയടിച്ചു? 5 പ്രാവശ്യമാണ് നമ്മൾ ക്ലാപ്പ് ചെയ്തത്. അതിനർത്ഥം കൺഗ്രാറ്റുലേഷൻ എന്ന് പറഞ്ഞ വേർഡില് 5 സിലബിൾസ് ആണ് ഉള്ളത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് വഴി നോക്കാം. അതായത് വവൽസ് എണ്ണി നോക്കാം. 1 ഒരു വവ്വലാണ്, അതുകൊണ്ട് 1. A ഒരു വവ്വലാണ്, 2. U ഒരു വവ്വലാണ്, 3. A ഒരു വവ്വലാണ്, 4. ഐയും ഓയും 2 വവ്വലുകളും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ 2 വവ്വലുകൾ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ അത് നമ്മൾ ഒരു സിലബിൾ ആയിട്ടാണ് കണക്കാക്കുക. അപ്പോ 5. അപ്പോ 5 സിലബിളുകളാണ് ഈ ഒരു വേർഡിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു വേർഡ് ഒരു പോളിസിലബിക് വേർഡ് ആണ്. ഈ ഒരു വേർഡ് പോളിസിലബിളിന്റെ എക്സാമ്പിൾ ആണ്. ഇന്നത്തെ ഈ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. എൻ്റെ ഈ വാവാച്ചു ലേണിംഗ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കണ്ട, നേരെ ഒരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കൺ അമർത്തിയിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തിയാലേ ഞാൻ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുമാത്രമല്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.